ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വെഡ്ഡിങ് സീസൺ 3യുടെ ഭാഗമായിട്ട് നമ്മുടെ അനിയൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് വേണ്ടി നമ്മൾ എറണാകുളം പോവാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് എത്താലോ എന്ന് വിചാരിച്ച് അധികം ട്രാഫിക് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെട്രോക്ക് പോവാലോ എന്ന് വിചാരിച്ചു. അതുമല്ല, ഈ ഒരു മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു MG റോഡിലുള്ള പരാഗ് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു മെട്രോക്ക് പോവാം, അടുത്തല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പരാഗിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു MG റോഡിലുള്ള പരാഗിൽ വന്നത് കേട്ടോ. അപ്പോൾ ആലുവയിലും പെരുമ്പാവൂരും കോതമംഗലത്തും ഒക്കെ ഉള്ള പരാഗിൽ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും നല്ല അടിപൊളി കളക്ഷൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു MG റോഡിലുള്ള പരാഗ് 2 ഫ്ലോറിലായിട്ടാട്ടോ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഈ കാണുന്ന ഒരുപാട് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. കോട്ടൺ ഉണ്ട്, ഓർഗൻസി ഉണ്ട്, സിൽക്ക്, നെറ്റിൻ്റെ ഒക്കെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ മെറ്റീരിയൽസും എടുത്ത് വെച്ച് നോക്കുമായിരുന്നു ചേരുമെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ബ്രൊക്കേഡിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് സ്കേർട്ടോ ഒക്കെ തയ്ക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ പല കളർ ചേഞ്ചസ് ഒക്കെ ആയിട്ട് പല മോഡൽസിലൊക്കെ മെറ്റീരിയൽസ് വരുന്നുണ്ട്. അപ്പോൾ പിങ്ക്, അങ്ങനെ ഒരുപാട് വെറൈറ്റി കളേഴ്സൊക്കെ ഈ ഒരു ബ്രൊക്കേഡിലെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഒരുപാട് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നതാട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾക്ക് പരാഗിൽ പോകുമ്പോൾ നല്ല നല്ല മെറ്റീരിയൽസ് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യവും പരാഗിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കളക്ഷൻസ് കണ്ടാലോ. അപ്പോൾ ഈ ഒരു കാണുന്നതെല്ലാം കോട്ടണിലൊക്കെ വരുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പോൾ കോട്ടൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ കോട്ടൺ ഭയങ്കര നല്ല ഓപ്ഷനാണ്. അപ്പോൾ ഇവിടുത്തെ മെറ്റീരിയൽസൊക്കെ നമുക്ക് 90 രൂപ മുതലൊക്കെ കോട്ടൻ്റെ മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ടോപ്പും സ്കേർട്ടൊക്കെ തയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ കുറേ നോക്കി കേട്ടോ. കുറേ നോക്കിയിട്ട് നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിൽ പോവാണ്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ ഈ ഒരു നമുക്ക് ലൈനിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും പിന്നെ കുറച്ചും കൂടി റേറ്റ് കുറവിലുള്ള രീതിയിലുള്ള മെറ്റീരിയൽസൊക്കെ ഈ ഒരു സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയും ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നെറ്റൊക്കെ വെച്ചിട്ടൊക്കെ മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു സാറ്റിൻ്റെ മെറ്റീരിയലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറേ വെറൈറ്റി മോഡലിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ മെറ്റീരിയൽസൊക്കെ നോക്കി ലാസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണി, രമ്യയും അമ്മും ശ്യാമും ഞാനൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് മെറ്റീരിയൽസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ കുറേ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. ഓഫറിൽ നമുക്ക് 90 രൂപ മുതലുള്ള കോട്ടൺ മെറ്റീരിയൽസിൻ്റെ ഇത് കിട്ടുന്നതാണ്. അതപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്താണ് കണ്ടത്. അപ്പോൾ അതിലും കുറേ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല നല്ല മെറ്റീരിയൽസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് എടുത്ത് പറയേണ്ടതാട്ടോ. ഇവിടുത്തെ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് പെരുമാറുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് ലാംഗ്വേജ് അവർ കുറച്ച് മലയാളം പറയുന്നതിന് കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും അവർക്ക് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അവർ പറയുന്നതും. അതുപോലെ തന്നെ നല്ല നല്ല മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കാണിച്ചു തരും. വളരെ ക്ഷമയോട് കൂടിയിട്ട് തന്നെയാണ് ഇവർ നമ്മളോട് പെരുമാറുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഇങ്ങനെ നോക്കാനും എല്ലാം ടൈം കിട്ടിയായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് കോട്ടൻ്റെ മാത്രമുള്ള കളക്ഷൻസ് ആട്ടോ. അപ്പോൾ കോട്ടൻ്റെ ഇഷ്ടം പോലെ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മെയിനായിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് വന്നുകൊണ്ട് നമ്മൾ കല്യാണത്തിൻ്റെ മെറ്റീരിയൽസ് നോക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ കോട്ടൺ മെറ്റീരിയൽസ് ഒക്കെ നോക്കിയാണ് കേട്ടോ. കോട്ടണിൽ ഒരുപാട് വെറൈറ്റി മോഡൽസും ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഫ്രോക്കോ ഗൗണോ എല്ലാം തയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമായിരിക്കും. നമുക്ക് ഈ ഒരു സമ്മർ സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല
മെറ്റീരിയൽസിൻ്റെ ഒക്കെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് കൂടാതെ നമ്മുടെ പാർട്ടി വെയറിൽ ഓർഗൻസയിലെ കുറേ മോഡൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓർഗൻസ, സിൽക്ക്, അതുപോലെ ബ്രൊക്കേഡ്, നെറ്റ്, സാറ്റിൻ എന്ന് വേണ്ട ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെയാണ് ഈ ഒരു പരാഗ്, എം ജി റോഡിന് പരാഗിലുള്ള കളക്ഷൻസ് കേട്ടോ. അപ്പോൾ പരാഗിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ ഷോപ്പുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു പരാഗിൻ്റെ ഷോപ്പ് എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ മെറ്റീരിയലൊക്കെ വാങ്ങി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. കാരണം മെറ്റീരിയൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഇഫ്താർ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായി നമ്മൾ കൊച്ചി ബിരിയാണി കഴിച്ചിട്ട്. കാരണം ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ കൊച്ചിയിലെ ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇഫ്താറിൽ നിന്ന് നമ്മൾ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫുൾ ബ്രോഡ്വേ ആ ഒരു ഏരിയയിൽ നമുക്ക് ജ്വല്ലറീസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ റെൻ്റൽ ഓർണമെൻറ്റ്സും എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രോഡ്വേയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് പെട്ടെന്ന് പോയോണ്ട് നമുക്കത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ഒരു കുഞ്ഞ് ദീപാവലി ആഘോഷം നടത്താമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് കമ്പിത്തിരിയും പടക്കമൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു കുഞ്ഞ് ദീപാവലി ആഘോഷം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. അപ്പോൾ ദീപാവലിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി എങ്കിൽ പോലും നമ്മുടെ വീട്ടിലെ കുഞ്ഞ് ആഘോഷങ്ങളുടെ ഒരു മെമ്മറി എന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.